ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ കുറേ ദിവസമായി. ലോങ് വീഡിയോൻ്റെ മക്കളെ എത്ര ആയി ലോങ് വീഡിയോ ഇട്ടിട്ട്. എനിക്ക് നോർമല്ല, ഞാൻ ലാസ്റ്റ് ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നത് ഡെയിൻമലി ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റിൻ്റെ അത് ഞാൻ ഇട്ടിട്ടില്ല, അത് ഉറപ്പാണ്. ക്രാഫ്റ്റിന് ഞാൻ തീരെ ഇട്ടിട്ടില്ല. അപ്പം ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസിനൊന്നും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പിന്നെ ലൈക്ക് ചെയ്യില്ല, സബ് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഇടുന്നു, എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങളാണെങ്കിൽ ഒരു റെസ്പോണ്ടില്ല. ഓരോരുത്തരും 3-4 വർഷം കൊണ്ടാണ് 1 lakh 1 million ഒക്കെ അടിക്കുന്നത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് 1 lakh 1 million ഒക്കെ അടിക്കാൻ വേണ്ടി. ബട്ട് നിങ്ങളതിന് റെസ്പോണ്ട് ചെയ്യില്ല, നിങ്ങൾ തീരെ സപ്പോർട്ടിങ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. ബട്ട് ഇപ്പം നിങ്ങൾ തീരെ സപ്പോർട്ടിങ് ഇല്ല. സത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീരെ പിന്നെ സപ്പോർട്ടിങ് ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഈ ഡെസ്ക് എല്ലാം ഇവിടെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ഡെസ്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വേണ്ടിയില്ല, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ വീഡിയോ ക്ലാരിറ്റി കൂടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഫോണിൽ ക്ലിയർ ഇല്ലായിട്ടാണോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്? അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യും. കമൻറ്റ് ബോക്സ് ഓൺ ആകുന്നത് ചിലത് എനിക്ക് അധികം കമൻറ്റ് ബോക്സ് ഓൺ ആവാത്തതാണ്. അപ്പം ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഏതിലെങ്കിലും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓൺ ആണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് പറയാം, ചേച്ചി നല്ല വീഡിയോ കാണുന്ന രസമില്ല, അല്ലെങ്കിൽ ഫോൺ ക്ലിയർ ഇല്ല, അങ്ങനെ പറഞ്ഞ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ സംഭവം അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ് എന്ത് ക്രാഫ്റ്റും എന്തും ചെയ്യാൻ ഞാൻ റെഡിയല്ല. നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. ക്രാഫ്റ്റാണെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യും, ഡെയിൻമൽ ലിഫ്റ്റ് ചെയ്യും, വാട്ടേറ്റിനെ ചെയ്യാൻ, അതെല്ലാം ചെയ്യും. പക്ഷെ വേറെ വേണ്ടാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അതാണ് എൻ്റെ ഫസ്റ്റത്തെ കുഴപ്പം, റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ 368 348 ഉള്ളൂ. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. ഓരോ യൂട്യൂബ് ചാനലെല്ലാം 3 വർഷം കൊണ്ടൊക്കെയാണ് 1 million ഉണ്ടായിരിക്കുന്നത്. നമുക്ക് 3 വർഷം ഞാൻ 2022 നവംബറിലാണ് 2023 നവംബർ 22-നാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെനു ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം കാണാൻ പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ കടിൽ ക്ലൗഡ്, നിന്നു ഷാജി, ഇവരെല്ലാം 3-4-5 മാസം കൊണ്ടാണ് ഇവരെല്ലാം 1 million 4K ഒക്കെ അടിച്ചത്. നമുക്കും വേണമെന്നുണ്ട് 1 million K. എൻ്റെ യൂട്യൂബ് ചാനൽ 500K 600K അല്ലെങ്കിൽ ഈ ഇതിലിങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞാൻ ഇടും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത്. എന്ന് വെച്ചാൽ ഞാനതിന് റെസ്പോണ്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് ആ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഡാൻസ് ഇട്ടപ്പോൾ തന്നെ ഒരാൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം, നിനക്ക് എന്തിനാ അറിയില്ലെങ്കിൽ മോളെ പിന്നെ ഡാൻസ് കളിക്കുന്ന അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് നന്നായിട്ടത് ദേഷ്യം പിടിച്ചു. ഞാൻ അവലേലും പോയി കമൻറ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അവർ സ്വന്തമായിട്ട് തന്നെ സ്ലോ മോഷനല്ല ഇടുകയാണ്. ഞാനിപ്പം ആ യൂട്യൂബ് ചാനലിൽ പേര് ഇവിടെ പറയുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമായി. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് ഹിപ്പ് ഹോപ്പ് ഡാൻസ് എല്ലാം പഠിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊന്നും ഹിപ്പ് ഹോപ്പ് പഠിക്കില്ലെങ്കിലും അവർക്ക് 100K 1000K എല്ലാം ഉണ്ട്. ഞാൻ തന്നെ യൂട്യൂബ് തുടങ്ങി കൊടുത്തതാണ്. എന്നുവെച്ചാൽ അവൾക്ക് എനിക്ക് കുശുമ്പുണ്ടെന്നല്ല, യൂട്യൂബ് ചാനൽ എടുക്കുന്നത് യൂട്യൂബ് പിക്ക് ചെയ്യുന്നത് AI പിക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, യൂട്യൂബ് ഇൻ്റലിജൻസ് ഇവരെല്ലാം പിക്ക് ചെയ്യുന്നത് ചീത്ത വീഡിയോസുകളാണ്. നല്ല വീഡിയോസ് ആരും പിക്ക് ചെയ്യില്ല. അതാണ് നമ്മൾ സംഭവം. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ ഇത്രയും വളവളാ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ച് നിങ്ങളെ ഫാസ്റ്റ് അടുപ്പിച്ച് കാണുന്നതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അപ്പം നമുക്കിന്നൊരു ഡെസ്ക് ഡെക്കോർ ചെയ്യാം. അപ്പം ബൈ. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വളവള സംസാരിക്കുന്നുണ്ട്, എനിക്ക് ബോറടിച്ചോ എനിക്കറിയില്ല. അപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് ഡെസ്ക് ആയിരിക്കില്ലേ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് പൊന്തിച്ചിട്ടൊരു സംഭവം ഉണ്ട്, ഞാൻ വേറെ തുണി വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഡെസ്ക് വെച്ചാൽ. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണെന്നാണ് എൻ്റെ വിചാരം.
പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരു ക്യൂട്ടല്ല സംഭവം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം. ഞാൻ മറ്റേതിൽ ഈ ഡെസ്ക് ഡെക്കോർ എന്നാണ് പറയുന്നത്, സോറി, ഡെസ്ക് മേക്ക് ഓവറാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ടാസ്ക് പിടിച്ച വീഡിയോ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംഘമാണ്, അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് എടുത്തൊക്കെ മാറ്റിയിട്ട് വയ്ക്കാം. ഈ വീഡിയോ ഓൾറെഡി ഭയങ്കര ലെങ്ത് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും വന്നോ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രമിക്കണം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്തത്. അപ്പം ഈ സംഭവം നമ്മൾ സി ഡി ഇതിനെ കൊണ്ട് ചെയ്യുന്നതാണ്. ബട്ട് ഞാനിത് കേക്ക് ഉണ്ടാക്കുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. കാലിഫ്ലവറൊക്കെ സി ഡി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ സി ഡി ഇല്ലാത്തതുകൊണ്ട് കേക്ക് വെക്കുന്ന ആ സംഭവം വെച്ചിട്ട് ഞാൻ ഈ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാളിൽ വെക്കേണ്ടതാണ്. ഞാൻ വാളിൽ വെച്ചില്ല, ഇവിടെയാണ് വെച്ചത്. അപ്പം നമുക്കതിന് ചെയ്യാം. മുകളിലത്തെ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയും നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇതൊക്കെ എല്ലാം മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ എന്തോ പോലെ ഉണ്ടല്ലോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഒരു കണ്ണാപ്പി ലുക്കുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര കണ്ണാപ്പി ലുക്കാണ്. ലാസ്റ്റ് ലുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് 100% ഷുവറാണ്. ഇനി നമുക്ക് ഞാൻ അതിനുള്ളിലേക്ക് ബുക്കെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. അതെ, ബുക്കെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വൈറ്റ് ഡെസ്ക് കണ്ടില്ലേ, അത് പകുതി ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കേസ് ഞാൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പകുതി സംഭവം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മടിയായിട്ടാണ് ഒട്ടിച്ച് വെച്ചില്ല. അങ്ങനെ എന്തൊക്കെയോ അവിടെ എന്തോ പറ്റി കേസ്. അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റിയെടുത്ത കരയെല്ലാം മാറ്റിയിട്ട് ഞാൻ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുകളിൽ ഒട്ടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു വെള്ളം വെച്ചിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാൾപേപ്പർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങോട്ട് പൊളിഞ്ഞിങ്ങോട്ട് പോരും. അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ടുണ്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് ഉണക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഓഫ് ഫുള്ളല്ല, മാർബിൾ ടൈപ്പാണ്. ഇപ്പോൾ പകുതിയും അതിൻ്റെ അകത്ത് വൈറ്റാണ് വരുന്നത്. അതിനെക്കൊണ്ട് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് തന്നെ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു സംഭവം വയ്ക്കാനുണ്ട്. ഒരു ബിഗ് കിട്ടുമാണ്. അതിൻ്റെ അകത്താണ് എൻ്റെ ഈ ഒരു സംഭവത്തിലാണ് എൻ്റെ മെയിൻ സംഭവം ഉള്ളത്. ക്യൂട്ടാക്കണമായിരുന്നു, പക്ഷേ ഇപ്പം ക്യൂട്ടാക്കാൻ നാട്ടിൽ ഇനി നടക്കില്ല. ഇതിൻ്റെ അകത്ത് എൻ്റെ ഞാൻ ബോർഡ് മാർക്കേഴ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇപ്പം റെഡും ബ്ലൂവും മാർക്കേഴ്സ് കൂടാൻ കുറേ മാർക്കേഴ്സ് ഉണ്ട്. ബട്ട് ഇന്നിപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്നതാണ്. കുറേ പെന്നൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ആ തത്തമ്മേൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇങ്ങനൊരു കേർവ്ഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എൻ്റെ പല പല പെന്നൊക്കെയായിരുന്നു. ഇതാണ് പിന്നെ സ്റ്റിക്കറെല്ലാം പ്ലക്ക് ചെയ്യുന്ന പ്ലക്കർ. അച്ഛൻ്റെ ഇതൊക്കെ പ്ലക്ക് ചെയ്യുന്ന പ്ലക്കറാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് കത്രിക ഉണ്ട്, 2 കത്രിക ഉണ്ട്, പിന്നെ പെൻസില് അങ്ങനെ സംഭവമുണ്ട്. ഇത് പിന്നെ റിലയൻസ് എന്ന് വാങ്ങിയൊരു ഇറേസറൊക്കെയാണ്. ബ്ലൂ കത്രിക, പെൻസിൽ, കൂടുതൽ പെൻസിൽസാണ് ഉള്ളത്. തിരിച്ച് വെച്ചപാട് തന്നെ അതെല്ലാം പുറത്തേക്ക് ചാടി. പിന്നെ അതിനെ അത്ഭുതമായിട്ടാണ് പിന്നെ വെച്ചെടുത്തത്. ഞാൻ വെച്ചിട്ടുണ്ടായി ഫീലിങ്സ് എന്ന് പറയാൻ വേണ്ടിയിരുന്നു. പിന്നെ എൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള 2 ബുക്കുണ്ട്, മിനി നോട്ട് ബുക്സ് ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ മിനി നോട്ട് ബുക്സ്. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. ഇതിങ്ങനെ ഷോർക്കാനല്ല, ഓരോ ഹോംവർക്ക് ഉണ്ട് ഇതിനകത്ത് എഴുതുന്നത്. പക്ഷേ ഇപ്പോൾ കറണ്ടിൽ ഇതിനകത്ത് വേറെ ഒരു ഡയറിയിലുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്താണ് എഴുതുന്നത്. എനിക്കിങ്ങനെ വളവളാ സംസാരിച്ച് എനിക്ക് സാധനം കിട്ടും. അങ്ങനെ അതെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റെല്ലാം കിട്ടിയ ഇറേസേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കടൽ ക്ലൗഡിനെ കണ്ടിട്ട് മെഴുകുതിരൊക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഞാൻ ഷോർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല, അത് അടയുന്നില്ല, അതാണ്. അതിന് അതിന് അങ്ങോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതില്ലേ, ലാമ്പ്. ആ ലാമ്പിനെയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്
വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ആവുന്ന ലാമ്പാണ്. അപ്പം അതിനെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ആ ഒരു ഇതില്ലേ, എന്താ പറയുക, പിന്നെ മറ്റേ ആ പെട്ടി, ആ ബോക്സിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ആ ബോക്സിൻ്റെ അടുത്തേക്കായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ക്യൂട്ട് കീ ചെയിൻ ഉണ്ട്. ആ കീ ചെയിൻ തരാൻ പോയതാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും. എനിക്ക് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം എടുക്കും ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 18 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതിനും കൂടെ നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാട്ടോ. അതിന് ഞാൻ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തു. ഞാൻ നോക്കാം അടുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ വലിക്കുമ്പോഴേ അതിന് തട്ടുമെന്നുള്ളത്. അങ്ങനെ നോക്കി ഇപ്പോൾ അറ്റത്തേക്ക് പോയി. പക്ഷേ അറ്റത്തേക്ക് നിന്നപ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് വരുമ്പോഴേക്കും ഇപ്പോൾ അവിടെ ഉള്ളത് ക്യൂട്ട് ബാട്ടാക്കും എന്നൊക്കെ പറഞ്ഞാവും. ബട്ട് ക്യൂട്ട് ഞാൻ കുറയ്ക്കുന്നില്ല, അങ്ങനെ തന്നെയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിനുഷാജി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നിനുഷാജി ഒരു പ്ലാൻ പോട്ട് ഉണ്ടാക്കിയിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇത് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോയ്ക്ക് വേണ്ടി വെച്ചതിനെ കൊണ്ട് തന്നെ 2 മണ്ണൊന്നും ഇടാത്ത ലീഫാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെറും 2 ലീഫ് വെച്ചിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സൈഡ് ഇങ്ങനെ ഓപ്പണായി കിടക്കുക. അപ്പം അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ബാമ്പു പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം. ഇത് വെള്ളത്തിൽ നിൽക്കുമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. ഇത് കാണുന്നുണ്ട്, വെള്ളം അവിടെ ഉണ്ട് കാണുന്നുണ്ട്. ഉണ്ട് അങ്ങനെ കളിക്കുന്ന. അങ്ങനെ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇങ്ങനെ പഠിക്കുന്ന ബുക്കൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ നോട്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ എഴുതിയൊക്കെ പഠിക്കുന്ന സംഭവമില്ലേ, അതിൽ ഇങ്ങനെ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഇനി നമുക്ക് വാളിലേ കിടക്കാം. ഇനി കുറച്ച് സംഭവം അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ നല്ല ഫാസ്റ്റായിരിക്കും. ഞാൻ ഇത് 1 മിനിറ്റിൽ ആണ് ഇട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് കുറേ ലെങ്ത്ത് ഉള്ളതുകൊണ്ടല്ല, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഭയങ്കര കുഞ്ഞായിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാൾ പോസ്റ്റേഴ്സ് ആക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ നിനുഷാജിൻ്റെ ഇങ്ങനെ കോപ്പിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അത് അവിടെ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ ഞാൻ ഒട്ടിക്കുന്നതെന്ന്. അത് ഞാൻ പിന്നെ ഇവിടെ വീഡിയോ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ കാണുന്നില്ല വീഡിയോ, അങ്ങനെ മനസ്സിലായത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സെല്ലോ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് കാർബോർഡിൻ്റെ മുകളിൽ ജസ്റ്റ് 2 ഇങ്ങനെ ഒരു ഇതുണ്ടാണ് ഇങ്ങനെ ആക്കി അതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മറ്റേ സൈഡിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇവിടെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ നമ്മൾ ഫസ്റ്റ് നടത്ത സംഭവം അതും കൂടെ ഒന്ന് അവിടെ ഒട്ടിച്ചെടുക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഭയങ്കര സ്റ്റെക്കായിട്ടായിരിക്കും ഉണ്ടാവുക. സ്പീഡ് കൂടുന്നതനുസരിച്ച് സംഭവം സ്റ്റെക്കാക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം